നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. നമ്മൾ ആദ്യം ഒരു ദാരുണമായ വാർത്തയിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്നയാൾ സ്വന്തം വീടിന് തീ കൊളുത്തി. വീട് പൂർണ്ണമായും കത്തി നശിച്ചു. മകൻ വീടിന് തീ കൊളുത്തിയതോടെ അമ്മ അമ്പിയയ്ക്ക് കയറിക്കിടക്കാൻ ഇടമില്ലാതെയായി. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്തും ചെയ്തു. അജീഷ്, മാനസിക വൈകല്യമുള്ള ഒരു കുട്ടി, മകൻ വീടിന് തീയിടുന്നു. ഈ അർദ്ധരാത്രിയിൽ അമ്മ പുറത്താകുന്നു, നടുറോഡിലാകുന്നു, കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാതെ അഭയം തേടുകയാണ് അവർ. എന്താണ് ലഭിക്കുന്ന വിശദാംശങ്ങൾ? അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് അമ്മയും മകനെയും മാറ്റാൻ എന്തെങ്കിലും നടപടി ഈ വൈകിയ മണിക്കൂറുകൾ വരുന്നുണ്ടോ അജീഷ്? സുഹേൽ, ഇപ്പോൾ ഈ സ്ഥലത്ത് പോലീസും അതേപോലെ തന്നെ തദ്ദേശ സ്ഥാപനത്തിലെ പ്രതിനിധികളും എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ എങ്ങോട്ടേക്ക് മാറ്റാനാകുമെന്നുള്ളൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ വീടിന് പുറത്ത് തന്നെയാണ് ഈ അമ്മയും മകനും ഉള്ളത്. ഇന്ന് രാത്രി 8:30 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. വലിയ രീതിയിൽ ബഹളമുണ്ടാക്കിയ ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന ഈ മകൻ അതിനുശേഷം അമ്മയെ ഉപദ്രവിച്ച ശേഷം വീടിന് തീ കൊളുത്തുകയായിരുന്നു. ഈ തീ കണ്ടത് നാട്ടുകാരാണ്. അവരാണ് ഫയർഫോഴ്സിന് വിവരം അറിയിച്ചത്. ഉടൻ തന്നെ ഈ വീട്ടിനകത്തുണ്ടായിരുന്ന രണ്ടുപേരെയും അവർ രക്ഷപ്പെടുത്തി പുറത്തേക്ക് ഇറക്കി. പക്ഷെ വീട് പൂർണ്ണമായും കത്തി നശിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് ഈ വീടിന്റെ തീ അണച്ചത്. പക്ഷേ ഇവർക്ക് ബന്ധുക്കളൊന്നും ഇവരെ ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഈ അമ്മയ്ക്കും ചെറിയ മാനസിക വെല്ലുവിളി ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ടാണ് ബന്ധുക്കളാരും ഏറ്റെടുക്കാത്തതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ സർക്കാർ തന്നെ ഏതെങ്കിലും ഷെൽട്ടർ ഹോമുകളിലേക്ക് ഇവരെ രണ്ടുപേരെയും മാറ്റണമെന്നാണ് ഇപ്പൊ ആവശ്യം. എന്തായാലും ചെമ്പഴന്തി പോലീസ് ഇപ്പോൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികളും അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ എങ്ങോട്ടേക്ക് മാറ്റാനാകുമെന്നുള്ള ഒരു ചർച്ച ഇപ്പോഴും നടക്കുകയാണ്. പക്ഷേ ഈ പെരുമഴയത്തും ഈ അമ്മയും മകനും ഇപ്പോഴും വീടിന് പുറത്ത് തന്നെ നിൽക്കുകയാണ്. വീടിന് പുറത്ത് കുടപിടിച്ച് നിൽക്കുന്ന വയോധികയുടെ ചിത്രം നൊമ്പരപ്പെടുത്തുന്നതാണ്. ചർച്ചകൾ വേഗം പുരോഗമിക്കട്ടെ, പൂർത്തിയാകട്ടെ. ഉടൻ തന്നെ അമ്മയും മകനെയും വേറൊരിടത്തേക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനാകട്ടെ. ഉടൻ തന്നെ അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റു വാർത്തകളിലേക്കാണ്. ജിദ്ദയിൽ ഇന്റർനാഷണൽ കറൻസി ആൻഡ് കോയിൻസ് എക്സിബിഷൻ ആരംഭിച്ചു. സറാഫി മാളിൽ ഈ മാസം 6 വരെ പ്രദർശനം തുടരും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കറൻസികളും പൈതൃക വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സൗദി ന്യൂമിസ്മാറ്റിക് സൊസൈറ്റിയാണ് അന്താരാഷ്ട്ര കറൻസി ആൻഡ് കോയിൻസ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. ജിദ്ദയിലെ സെറാഫി മെഗാമാളിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പ്രദർശനം. പഴക്കത്തിലും കാഴ്ചയിലുമെല്ലാം ഏറെ കൗതുകമുണർത്തുന്ന വസ്തുക്കളാണ് 50ഓളം വരുന്ന സ്റ്റാളുകളിൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഏറെ പഴക്കമുള്ള കറൻസികളുടെയും നാണയങ്ങളുടെയും വലിയൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. കറൻസികളുടെ വൈവിധ്യങ്ങളും ലോകരാജ്യങ്ങളുടെ പൗരാണിക സംസ്കാരങ്ങളും ഒരു പരിധിവരെ ഈ പ്രദർശനത്തിലൂടെ വായിച്ചെടുക്കാനാകും. വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള കറൻസികളും നാണയങ്ങളും ഇവിടെയുണ്ടെന്ന് ന്യൂമിസ്മാറ്റിക് പ്രസിഡന്റ് മുഹമ്മദ് നാത്ത് പറഞ്ഞു. طبعا في كثير من الهواة المشاركين من جميع دول العالم، من امريكا، من كندا، من المغرب، من المانيا، من دول الخليج والدول المغرب العربي وليبيا والمغرب والجزائر والسعوديه. അറേബ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പ്രദർശകരിൽ കൂടുതലും. സൊസൈറ്റിയിൽ സൗദിയിലെ അറബി അല്ലാത്ത ഏക അംഗമാണ് മലയാളിയായ അബ്ദുൽ അസീസ് കടലുണ്ടി. ഒരുപാട് പൗരാണിക കാര്യങ്ങൾ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഒരു കറൻസിക്ക് തന്നെ 45,000 മുതൽ 40,000 റിയാൽ വില വരുന്ന കറൻസി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പഴയ ഓട്ടയണ, ഒരണ പോലെയുള്ള ഇന്ത്യയുടെ കറൻസികളും ലോകത്തുള്ള മറ്റുള്ള പല രാജ്യക്കാരുടെ കറൻസിയും കോയിൻസും അടങ്ങിയിട്ടുള്ളതാണ് ഈ എക്സിബിഷൻ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് വാങ്ങാനും വിൽക്കാനുമുള്ള സൗകര്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കറൻസികൾ ഓൾറെഡി ഉണ്ടെങ്കിൽ, കറൻസി കോയിൻസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ അത് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. നിലവിൽ കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് അത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. 1000 വർഷം പഴക്കമുള്ള ഖുർആനും 500 വർഷം പഴക്കമുള്ള സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ട ഖുർആനും ഉൾപ്പെടെയുള്ള പൈതൃക വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജനുവരി 6 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ പ്രദർശനമുണ്ട്. പ്രവേശനം സൗജന്യമാണ്. എല്ലാ വർഷവും സൊസൈറ്റി ജിദ്ദയിൽ പ്രദർശനം സംഘടിപ്പിക്കാറുണ്ട്. ജലീൽ കണ്ണമകലം, 24 ജിദ്ദ. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വലിയ സാധ്യതകളുണ്ടെന്ന് ഈ വർഷത്തെ പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവും വ്യവസായിയുമായ രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. വിദ്യാഭ്യാസത്തിലും സാങ്കേതിക രംഗത്തും കേരളത്തിലെ യുവാക്കളുടെ കഴിവ് ലോകോത്തരമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ചതിലെ സന്തോഷം പങ്കുവെക്കുകയാണ് ഷിപ്പിംഗ് മേഖലയിലെ പ്രമുഖ വ്യവസായി കൂടിയായ രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ കേരളത്തിന്റെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വലിയ സാധ്യതകൾ വ്യക്തമാക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം മാറും. ഉടൻ വിഴിഞ്ഞത്ത് ഓഫീസ് തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം ഇപ്പോഴാണ് തുടങ്ങി വരുന്നത്. അവിടെ വളരെ വളരെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞങ്ങളുടെ ഓഫീസൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ ഓപ്പറേഷൻസ് ഉണ്ട്. ബട്ട് ഡെഫിനറ്റ് ആയിട്ട് ദാറ്റ് പ്ലേസ് ഇസ് ഗോയിങ് ടു ഹാവ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ.
It may take some time. ഒരു കൊല്ലം 2 കൊല്ലം പിടിക്കും by the time it reaches that position. But for sure, it will be one of the most promising ports in India. വിദ്യാഭ്യാസത്തിലും ബിസിനസ് മാനേജ്മെന്റ് രംഗത്തും കേരളത്തിലെ യുവാക്കളുടെ കഴിവ് കൃത്യമായി പ്രയോജനപ്പെടുത്തിയാൽ രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ത്രീ ശാക്തീകരണത്തിന് സഹായിക്കുന്ന പദ്ധതികൾ തന്റെ കമ്പനിയായ ട്രാൻസ്വേൾഡ് ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. People in Kerala have got so much of focus. The question is, how do you channelize them? So they are the best of the talent that one can think of. But the question is, how do you channelize them? How do you give them an ability to grow? പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ചതോടെ ഉത്തരവാദിത്തം കൂടുതൽ വർദ്ധിച്ചതായും ഇതുവരെ ലഭിച്ച ഏതൊരു പുരസ്കാരത്തെക്കാളും ഇത് വലുതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 47 വർഷമായി ഇന്ത്യയിലും UAE-യിലും സജീവ സാന്നിധ്യമായ ട്രാൻസ്വേൾഡിന് കീഴിൽ നിലവിൽ 30 കപ്പലുകളും 3 പ്രൈവറ്റ് ജെറ്റുകളുമുണ്ട്. കൂടുതൽ പ്രൈവറ്റ് ജെറ്റുകൾ സേവനത്തിനിറക്കി വ്യോമയാന രംഗത്ത് സേവനം ശക്തിപ്പെടുത്തുമെന്നും രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ വ്യക്തമാക്കി. 24 ദുബായ്. കോറൽ പെർഫ്യൂംസിന്റെ കേരളത്തിലെ ആദ്യ സ്റ്റോർ കൊച്ചി വൈറ്റിലിൽ പ്രവർത്തനം തുടങ്ങി. ഹൈബീഡൻ MP, കൊച്ചി മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ, സിനിമാ താരവും റേഡിയോ ജോക്കിയുമായി മിഥുനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ലോകമെമ്പാടുമുള്ള വിവിധ ബ്രാൻഡഡ് പെർഫ്യൂമുകളും തനത് അറബിക് പെർഫ്യൂമുകളുടെയും വിപുലമായ ശേഖരമാണ് പുതിയ സ്റ്റോറിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് കോറൽ പെർഫ്യൂംസ് MD ഷിബി M തമ്പി പറഞ്ഞു. GCC-യിലാണ്, അതും പ്രത്യേകിച്ച് UAE-യിലാണ് ഏറ്റവും പോപ്പുലർ കോറൽ എന്ന് പറഞ്ഞ ബ്രാൻഡ്. കോറൽ അവിടെ ശരിക്കും പറഞ്ഞ ഒരു ഹൗസ് ഹോൾഡ് നെയിമാണ്. അത്രയധികം ഷോറൂംസും കാര്യങ്ങളും ഉണ്ട്. ഒമാനിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്ത്യയിലെ, അതായത് കേരളത്തിലെ ആദ്യത്തെ ബ്രാഞ്ച് നമ്മളിവിടെ കൊച്ചിയിൽ ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. എല്ലാ മലയാളികൾക്കും വേണ്ടിയും 50% ഓഫറാണ് നമ്മൾ ഇപ്പോൾ വിട്ടേക്കുന്നത്. അത് എന്നെ സംബന്ധിച്ചോളം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു മലയാളിക്കായിട്ടുള്ളൊരു സമ്മാനമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എല്ലാവർക്കും ഈ ഷോറൂമിൽ വന്ന് നിങ്ങളുടെ പെർഫ്യൂംസ് ചൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഗൾഫ് ഫോക്കസ് തുടരുന്നു. ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിൽ RSSനെ കടന്നാക്രമിച്ചും പാണക്കാട് കുടുംബത്തെ വാനോളം പുകഴ്ത്തിയും രമേശ് ചെന്നിത്തല. പാണക്കാട് കുടുംബം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് സംഘർഷങ്ങൾ ഉണ്ടാവാതിരുന്നത് പാണക്കാട് ശിഹാബ് തങ്ങൾ കാരണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുസ്ലിം ലീഗ് എല്ലാ കാലവും തന്നോടൊപ്പമുണ്ടെന്ന് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. NSSന്റെയും SNDPയുടെയും പിന്തുണയുറപ്പിച്ചു. ഇനി വേണ്ടത് മുസ്ലിം ലീഗിന്റെ ആശീർവാദം. പട്ടിക്കാട് നടക്കുന്ന ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിന്റെ സെക്ഷൻ ഉദ്ഘാടനത്തിന് മുൻപ് ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായും PK കുഞ്ഞാലിക്കുട്ടിയുമായും രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. KMCC നേതാവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ചർച്ച. മുസ്ലിം ലീഗുമായി ഏറ്റവും നല്ല ബന്ധമാണുള്ളത്, അതൊരു കാരണവശാലും ഇല്ലാതാകില്ലെന്ന് രമേശ് ചെന്നിത്തല. ലീഗുമായി രാഷ്ട്രീയ രംഗത്ത് ഞാൻ ഉള്ളിടത്തോളം കാലം ഒരകൽച്ച എനിക്കുണ്ടായിട്ടില്ല. ഏറ്റവും നല്ല ബന്ധം ആണ് എനിക്കുള്ളത്. അതൊരിക്കലും ആ ബന്ധം ഇല്ലാതാകില്ല. ആ ബന്ധം സുദൃഢമായി തന്നെ മുന്നോട്ട് പോകും. എല്ലാ കാലത്തും എന്നോടൊപ്പം ഉണ്ട്, ഇനിയും ഉണ്ടാകും. പാണക്കാട് തങ്ങൾമാരെയും മുസ്ലിം ലീഗിനെയും ആവോളം പുകഴ്ത്തി ഉദ്ഘാടന പ്രസംഗം. ഇവിടെ കേരളത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നിടത്ത് നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനം ഐക്യത്തിൻ്റെതാണ്, യോജിപ്പിൻ്റെതാണ്. ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ സമാധാനത്തിന്റെ ദൂതുമായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പോകുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിനും മതേതരത്വത്തിനും വലിയ വലിയ സംഭാവനയാണ് നിങ്ങൾ നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മാസം 11 നടക്കുന്ന SKSSF പരിപാടിയിലും രമേശ് ചെന്നിത്തല ഉദ്ഘാടകനാണ്. 24 മലപ്പുറം. തിരുവനന്തപുരം പൂവച്ചലിൽ +2 വിദ്യാർത്ഥിയെ +1 വിദ്യാർത്ഥികൾ കുത്തി പരിക്കേൽപ്പിച്ചു. +2 വിദ്യാർത്ഥി അസ്ലമിനാണ് കുത്തേറ്റത്. 1 മാസം മുമ്പുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് പിന്നിൽ. പൂവച്ചൽ സ്കൂളിലെ +2 വിദ്യാർത്ഥി അസ്ലമിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. +1 വിദ്യാർത്ഥികളായ 4 പേർ ചേർന്നാണ് അസ്ലമിനെ ആക്രമിച്ചത്. പൂവച്ചൽ ബാങ്ക് നട ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ അസ്ലമിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 1 മാസം മുമ്പ് സ്കൂളിലെ +1 വിദ്യാർത്ഥികളും +2 വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. പ്രധാന അധ്യാപിക ഉൾപ്പെടെയുള്ളവർക്ക് അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. അന്നത്തെ സംഘർഷത്തിന്റെ ബാക്കിയായാണ് ഇന്നത്തെ സംഭവമെന്ന് പോലീസ് പറയുന്നു. പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. 24 തിരുവനന്തപുരം. ജമ്മു കശ്മീരിൽ സൈനിക വാഹനം അപകടത്തിൽപ്പെട്ട് 4 സൈനികർക്ക് വീരമൃത്യു. അപകടത്തിൽ 3 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ സൈനികരെ ആശുപത്രിയിലേക്ക് മാറ്റി. ബന്ദിപ്പോറയിൽ സൈനിക വാഹനം റോഡിൽ നിന്ന് തെന്നി മാറി കൊക്കയിലേക്ക് പതിച്ചാണ് അപകടം. മോശം കാലാവസ്ഥയെ തുടർന്നാണ് അപകടമെന്ന് സൈന്യം അറിയിച്ചു. അപകടത്തിൽ വാഹനം പൂർണ്ണമായി തകർന്നു. 13 രാഷ്ട്രീയ റൈഫിൾസിലെ സൈനികർ സഞ്ചരിച്ച വാഹനമായിരുന്നു ഇത്. കർഷകരുടെ കരുത്ത് വിളിച്ചോതി ഖനൗരി അതിർത്തിയിൽ മഹാപഞ്ചായത്ത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 1.5 ലക്ഷത്തോളം കർഷകരാണ് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ ഒഴുകിയെത്തിയത്. ഖനൗരി കൂടാതെ മറ്റ് അതിർത്തികളിലും സമരം ശക്തമാക്കാനാണ് കർഷകരുടെ ആഹ്വാനം.
നിരാഹാര സമരം തുടരുന്ന ജഗജിത് സിംഗ് ദല്ലേവാളിന് ഐക്യദാർഢ്യം അറിയിച്ചാണ് സമരം ശക്തമാക്കുമെന്ന സന്ദേശവുമായി കർഷകരുടെ ശക്തി പ്രകടനം. പഞ്ചാബ് കൂടാതെ ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 1.5 ലക്ഷത്തോളം കർഷകർ ഖനൌരിയിലേക്ക് എത്തി. കൊടും തണുപ്പിനെ അവഗണിച്ചാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള കർഷകർ സമര കേന്ദ്രത്തിലെത്തിയത്. തിങ്കളാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ ദല്ലേവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കണമെന്ന് സുപ്രീം കോടതിയുടെ അന്ത്യശാസനം നിലനിൽക്കെയാണ് മഹാപഞ്ചായത്ത്. We all are very concerned about his health, about the situation, because 40 days has been passed. Mr. Jagjeet Singh Dalewal ji has not eaten anything. He is only drinking water. So his health is worsening day by day. And now honorable central government must take this seriously and they must start talks with the farmers, agitating farmers, and they must try to sort out all the issues. ഈ മാസം 10-ാം തീയതി അടുത്ത മഹാപഞ്ചായത്ത് കർഷകർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ദല്ലേവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലീസ് നടപടിയുണ്ടായാൽ പ്രതിരോധിക്കാനാണ് കർഷകരുടെ തീരുമാനം. ഒന്നാം കർഷക സമരത്തിന് സമാനമായ കരുത്തും ആവേശവും രണ്ടാം കർഷക സമരത്തിനുണ്ടെന്ന് തെളിയിക്കുന്നതാണ് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ കർഷകരുടെ ശക്തി പ്രകടനം. ഖനൌരിയിൽ നിന്ന് ആശിഷ് മട്ടുവിനൊപ്പം നിതിൻ അംബുജൻ, 24. കൗമാര കലാമാമ്പാകത്തിന് കൊടിയേറി 63ാമത് കേരള സ്കൂൾ അനന്തകലാപുരി പവേർഡ് ബൈ ജിടെക്. ജോലിയാണ് ലക്ഷ്യമെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. കോ സ്പോൺസേർഡ് ബൈ പുതിയ തുടക്കം ആരോഗ്യത്തോടൊപ്പം ഔഷധി. മിൽമ, രുചിയേറും നിമിഷങ്ങൾ. വർഷങ്ങൾ മറിഞ്ഞോട്ടെ, സമ്മാനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. കേരള സംസ്ഥാന ഭാഗ്യക്കുറി മുത്തൂറ്റ് മെർക്കന്റൈൽ ലിമിറ്റഡ്. NCD ജനുവരി 10 മുതൽ. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമായ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് പ്രൗഢഗംഭീര തുടക്കം. മുഖ്യമന്ത്രി, മന്ത്രിമാരും വിശിഷ്ട വ്യക്തികളും ചേർന്ന് കൽവിളക്കിൽ തിരിതെളിയിച്ചു. ഈ കലോത്സവം അതിജീവനത്തിന്റേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കലോത്സവ ആരവങ്ങൾക്കിടെ 24 പവലിയൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലത്തിലെയും പൊതുവിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ ഒരുക്കിയ നൃത്താവിഷ്കാരത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിശിഷ്ട വ്യക്തികളും ചേർന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിച്ച കൽവിളക്കിൽ തിരിതെളിച്ചു. കലോത്സവ വേദികളിലെ പങ്കാളിത്തമാണ് വിജയത്തെക്കാൾ വലിയ നേട്ടമെന്ന് മുഖ്യമന്ത്രി. ഇത് അതിജീവനത്തിന്റെ കലോത്സവമെന്നും പിണറായി. കലാപ്രകടനം എന്നതിലുപരി അതിജീവനത്തിന്റെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഈ കലോത്സവ വേദി എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കലോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കുള്ള ഒറ്റത്തവണ സ്കോളർഷിപ്പ് 1000-ൽ നിന്ന് 1500-ലേക്ക് ഉയർത്തുന്നത് പരിഗണനയിലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഒന്നാം ദിനം കണ്ണൂരിന്റെ കുതിപ്പാണ് തലസ്ഥാനത്ത് കണ്ടത്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകൾ തൊട്ടു പിന്നിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. കലോത്സവാവേശം തത്സമയം ജനങ്ങളിലെത്തിക്കാൻ 24ഉം സജ്ജമായി കഴിഞ്ഞു. പ്രധാന വേദിക്കരികിലെ 24 പവലിയൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒന്നാം ദിനം കോഴിക്കോടും കണ്ണൂരും ഒപ്പത്തിനൊപ്പം 2 ജില്ലകൾക്കും 200 പോയിന്റ് വീതമാണുള്ളത്. തൊട്ട് പിന്നിൽ 199 പോയിന്റുമായി തൃശൂർ ജില്ലയുമുണ്ട്. ആദ്യ ദിനം ജനപ്രിയങ്ങളായ സംഘനൃത്തവും ഒപ്പനയും മാർഗം കളിയും കാണികൾക്ക് ആസ്വാദികരമായി. ഗൾഫ് ഓഗസ്റ്റ് തുടരുന്നു. ജീവവായുവിനായി കരുണയുള്ളവരുടെ സഹായം തേടുകയാണ് മാവേലിക്കര തെക്കേക്കര സ്വദേശിനായ 16-കാരി ശിവഗംഗ. ജന്മനാ ഹൃദയത്തിനും ശ്വാസകോശത്തിനും തകരാറുണ്ടായിരുന്ന ശിവഗംഗയുടെ ആരോഗ്യനില ഗുരുതരമാണ്. അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന സ്ഥിതിയിലാണ്. മാവേലിക്കര BH സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തെക്കേക്കര പ്രണവം നിവാസിൽ സനൽകുമാർ, വിനീത ദമ്പതികളുടെ മകൾ ശിവഗംഗ. അസുഖം കലശലായതു കാരണം ജൂലൈ മുതൽ ക്ലാസ്സിൽ പോകാൻ കഴിയുന്നില്ല. പേര് ശിവഗംഗ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ 1 മാസമേ പോയിട്ടുള്ളൂ. സ്കൂളിൽ പഠിച്ച് വലിയ ആളാകണമെന്നാണ് ആഗ്രഹം. എനിക്ക് ഹാർട്ടിന് പ്രോബ്ലമാണ്. ലെൻസും ഹാർട്ടും കൂടാണ് മാറ്റേണ്ടത്. എല്ലാവരും സഹായിക്കണം. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സ. അടിയന്തരമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ശ്വാസകോശ ശസ്ത്രക്രിയയും ചെയ്യണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ശസ്ത്രക്രിയയ്ക്കായി 15 ലക്ഷത്തോളം രൂപ ചെലവ് വരും. തുടർ ചികിത്സയ്ക്കും പണം വേണം. പെട്ടി ഓട്ടോ ഡ്രൈവറായ പിതാവ് സനൽകുമാറിനും ഡെലിവറി ബോയിയായ സഹോദരൻ പ്രണവിനും
മാതാവ് വിനിതയ്ക്കും ഇത്രയും തുക എങ്ങനെ കണ്ടെത്താനാകുമെന്നറിയില്ല. മകളുടെ ജീവൻ രക്ഷിക്കാൻ എന്തു ചെയ്യുമെന്നറിയാത്ത അതീവ ദുഃഖത്തിലാണ് കുടുംബം. പ്രസവിച്ച നാൾ മുതലേ ഞാൻ കൊണ്ട് നടക്കുകയാണ്. ഇപ്പം തുടർന്നുള്ള ചികിത്സയ്ക്ക് എനിക്ക് 15 ലക്ഷം രൂപയോളം വേണ്ടി വരുന്നുണ്ട്. പിന്നെ മോട്ടം മെഡിക്കൽ കോളേജിലാണ് ഇപ്പം ചികിത്സിക്കുന്നത്. ഇപ്പം ഇന്ന് കഴിഞ്ഞ മാസം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ്, പിന്നെ ഇപ്പോൾ ഹാർട്ടും ലെൻസും എല്ലാം കൂടെ മാറി വെക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത്. കുഞ്ഞിനെ തുടർന്നുള്ള ചികിത്സയ്ക്കും ആരെയും മനസ്സാക്കി സഹായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഓരോ നിമിഷവും വേദന കടിച്ചമർത്തിയാണ് ഈ കുടുംബം ജീവിക്കുന്നത്. അസുഖം മാറിയാൽ വേഗം സ്കൂളിൽ പോകണമെന്നാണ് ശിവഗംഗയുടെ ആഗ്രഹം. ഈ വാർത്ത കാണുന്ന ആരെങ്കിലും ഇവരെ സഹായിക്കുമെന്ന വിശ്വാസത്തിലാണ് കുടുംബം. 24 ആലപ്പുഴ. ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയവർക്കെതിരെ കർശന നടപടി തുടരുന്നു. പൊതുമരാമത്ത് വകുപ്പിലെ 31 പേരെ സസ്പെൻഡ് ചെയ്തു. മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. പൊതുമരാമത്ത് വകുപ്പിലെ 47 പേർ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. ഇതിൽ 31 പേരെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറക്കി. 15 പേർ മറ്റു വകുപ്പുകളിൽ ജോലി ചെയ്യുകയാണ്. ഒരാൾ സർവീസിൽ നിന്ന് വിരമിച്ചു. അനധികൃതമായി കൈപ്പറ്റിയ പണം 18% പലിശ സഹിതം തിരിച്ചുപിടിക്കാനാണ് തീരുമാനം. വിവിധ വകുപ്പുകളിലെ 1458 ഉദ്യോഗസ്ഥർ അനധികൃതമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്നായിരുന്നു ധനവകുപ്പിന്റെ കണ്ടെത്തൽ. ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ആരോഗ്യവകുപ്പിലാണ്. 24 കോഴിക്കോട്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.